കലിമത്തു തൗഹീദ് ഏത് നിലക്ക് എങ്ങനെ ഉൾക്കൊള്ളണം, അതാണ് ഏറ്റവും പ്രധാനം. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ഇന്ന് 100 1000 10,000 ഉരുവിടാൻ, അങ്ങനെ അത് സമൂഹത്തെ കൊണ്ട് ചൊല്ലിപ്പിക്കാൻ മുസ്ലിം ഉമ്മത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ആളുകളുണ്ട്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലയുടെ ആദർശം പഠിപ്പിക്കാൻ ആളുകളില്ല. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ ആദർശം? അത് നാം തിരിച്ചറിയണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരും അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന അർത്ഥം പറയാറുണ്ട്. അത് തെറ്റാണ്. അല്ലാഹുവല്ലാത്ത ആരാധ്യർ മനുഷ്യാരംഭം തൊട്ട് ഈ പ്രപഞ്ചത്തിലുണ്ട്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം എന്ത്? നമ്മളത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് അറബി വാക്കാണ്. അറബി ഭാഷയിലാണ് നമ്മളത് പറയാറുള്ളത്. അതേ ഭാഷയിൽ തന്നെ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥവും നമ്മൾ കാണാതെ പഠിക്കണം. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, അതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം. യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ ആദർശം പൂർണ്ണമാകുന്നത്. ഈ ആദർശം ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് തന്നെ പഠിക്കുക എന്നതും പ്രധാനമാണ്. എന്താണ് ഷർത്തുകൾ? നമ്മൾ ഉളുവിൻ്റെ ഷർത്തുകളും നമസ്കാരത്തിൻ്റെ ഷർത്തുകളും അതുപോലെ ഹജ്ജിൻ്റെ ഷർത്തുകളും, ഇങ്ങനെ ഇബാദത്തുകൾക്കൊക്കെ ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ പാലിച്ച് ഇബാദത്തുകൾ ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമായ നിലക്ക് നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെടുക. ഇതുപോലെ ലാ ഇലാഹ ഇല്ലല്ലക്കും ഷർത്തുകളുണ്ട്. ആ ഷർത്തുകളും നമ്മൾ അറിയണം. ആ ഷർത്തുകൾ എന്തുകൊണ്ടാണ് അത് പഠിക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശം അപ്പോഴാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. വഹബ് ഇബ്നു മുനബ്ബഹ് റഹിമഹുല്ലയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വർഗത്തിന്റെ താക്കോലല്ലയോ എന്ന്. അദ്ദേഹം പറഞ്ഞു, ബല, അതെ. വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ വലഹു അസ്നാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഏതൊരു താക്കോലിനും അതിന് പല്ലുകൾ ഉണ്ടാകും. ഫഇൻ ജിഅത ബിമിഫ്താഹിൻ ലഹു അസ്നാൻ ഫുതിഹ ലക് വഇല്ലാ ലം യുഫ്തഹ് ലക്. പല്ലുകളുള്ള താക്കോൽ കൊണ്ട് നീ ഉദ്ദേശിക്കുന്ന കവാടം, വാതിൽ തുറക്കാൻ ശ്രമിച്ചാലേ നിനക്കത് തുറന്നു കിട്ടൂ. അല്ലാത്ത പക്ഷം നിനക്കതുകൊണ്ട് തുറക്കാൻ സാധ്യമല്ല. ഇതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനും പല്ലുകളുണ്ട്. ആ പല്ലുകളുള്ള ലാ ഇലാഹ ഇല്ലല്ലാ എന്ന താക്കോൽ കൊണ്ടാവണം സ്വർഗവാതിലുകൾ തുറക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലയുടെ ഷർത്തുകൾ അറിയൽ ഏറ്റവും പ്രധാനമാണ്. 7 ഷർത്തുകളും അല്ലെങ്കിൽ 8 ഷർത്തുകളും പണ്ഡിതന്മാർ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ച് കേൾപ്പിക്കുക മാത്രം. ഒന്ന് അൽ ഇൽമ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ ആദ്യ ഷർത്ത് അൽ ഇൽമാണ്. ലാ ഇലാഹ ഇല്ലല്ലയെ അറിയുക എന്നത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, സൂറത്ത് മുഹമ്മദിൽ കാണാം. അതിനാൽ നീ അറിയുക, തീർച്ചയായും അല്ലാഹു, അവനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനില്ല എന്ന്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലയുടെ ആദ്യ ഷർത്ത് അതിനെ അറിയലാണ്. രണ്ടാമത്തത് അൽ യഖീൻ, ദൃഢവിശ്വാസം. ആ അറിഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലയിൽ ദൃഢവിശ്വാസികളായി മാറുക. യഖീനോടുകൂടി, യഖീൻ ഉറപ്പായ ഇൽമ്, യാതൊരു സംശയവുമില്ലാത്ത വിധം ലാ ഇലാഹ ഇല്ലല്ലയെ ഉൾക്കൊള്ളുക. മൂന്നാമത്തേത് അൽ ഇഖ്ലാസ്. ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ കാര്യത്തിൽ ഇഖ്ലാസ് ഉണ്ടാവുക. ഏതൊരു കാര്യവും അല്ലാഹുവിന് തനിച്ചാക്കുക. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവരോട് നാം കൽപ്പിച്ചത്, അല്ലെങ്കിൽ അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടി ഇബാദത്തുകൾ നിർവഹിക്കാനാണ്. ഏതൊരു കാര്യവും റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് നിർവഹിക്കലാണ് ഇഖ്ലാസ്.
അതേപോലെ നാലാമത്തത് അസ്ദിഖ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ സത്യസന്ധമായ നിലക്ക് ഉൾക്കൊള്ളുക. അഞ്ചാമത്തത് അൽ മഹബ്ബ, ലാ ഇലാഹ ഇല്ലല്ലാഹയോട് സ്നേഹമുണ്ടാകുക. അതേപോലെ അൽ ഖബൂൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഉൾക്കൊള്ളുക, സ്വീകരിക്കുക. അൽ ഇൻഖിയാദ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹക്ക് വിധേയമാകുക. ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ഷർത്താണ്. ഞാൻ പറഞ്ഞു വന്നത് കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവുകൊണ്ട് ഉരുവിടുക എന്നതിലല്ല അർത്ഥം. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഈ നിലക്ക് ഒന്നതിന്റെ അർത്ഥം മനസ്സിലാക്കി, ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനില്ല എന്ന നിലക്ക് ഉൾക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ രാവിലെ 100 പ്രാവശ്യം, അതുപോലെ വൈകുന്നേരം 100 പ്രാവശ്യം അങ്ങനെ ഉരുവിടാൻ ഹദീസുകളിൽ കൽപ്പനയുണ്ട്. എന്നാൽ ഒരു ദിവസം 100 പ്രാവശ്യം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ രാവിലെ 10 പ്രാവശ്യം, വൈകുന്നേരം 10 പ്രാവശ്യം അങ്ങനെയും വന്നിട്ടുണ്ട്. ഒരു ദിവസം 1 പ്രാവശ്യം അങ്ങനെയും വന്നിട്ടുണ്ട്. ഇതുപോലെ സുബ്ഹി മഗ്രിബ് നമസ്കാര ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി യുഹ്യി വയുമീതു, അവൻ ജീവിപ്പിക്കുന്നവനാണ് മരിപ്പിക്കുന്നവനാണ് എന്ന വാക്കുകൂടി ചേർന്ന് അങ്ങനെ രാവിലെ സുബ്ഹി നമസ്കാര ശേഷം 10 പ്രാവശ്യം, മഗ്രിബ് നമസ്കാര ശേഷം 10 പ്രാവശ്യം ഉരുവിടണമെന്നതാണ്. ഇതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ഈ ദിക്റിന്റെ പൊരുൾ അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പ്രഖ്യാപിക്കുന്നവൻ, അവൻ ഉൾക്കൊണ്ട ആദർശമാണ് വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് യാതൊരു നിലക്കുള്ള പങ്കുകാരുമില്ല. അത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശമാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്.